അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വേറെ ആരുമല്ല, ബിജു ചേട്ടനും ഫാമിലിയാണ്. അതായത് നമുക്കറിയാം, ബിജു ചമ്മലമറ്റോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ചേട്ടൻ വന്നിരുന്നിട്ട്, കൂട്ടുകാരെ നമസ്കാരം, രാവിലെ പ്രഭാത ഭക്ഷണത്തിലേക്ക് കടക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളോട് കുറെ ചിന്തകളും ഒക്കെ നമ്മളോട് പറഞ്ഞ് ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ചേട്ടനുണ്ട്. എനിക്ക് ആ ചേട്ടന്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര എനർജിയാ. നമുക്ക് അവരുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടാലോ? കൂട്ടുകാരെ നമസ്കാരം. കൂട്ടുകാരെ, മഴയൊക്കെ മാറി, ഒരു നല്ല വെയിലൊക്കെ ആയി. പ്രത്യേകിച്ച് ഓണമൊക്കെ അടുക്കുന്നു. എല്ലാവരുടെയും മുഖത്തൊക്കെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. എല്ലാവരും കരകയറുന്നൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ തൊട്ടടുത്ത് ഈരാറ്റോട്ടയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ വെള്ളം കയറി ഈരാറ്റോട്ടയിൽ ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. അവരൊക്കെ പതുക്കെ കരകയറുന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് എല്ലാവരോടും കൂടി ഒത്തായിരിക്കാം. ഇന്ന് നല്ലൊരു വെയിലും ഒക്കെ ഉണ്ട്. ഇന്ന് എന്താണ് നമ്മുടെ 4 മണിക്കാപ്പി കണ്ടാൽ മനസ്സിലാവും. സൂപ്പർ ബോണ്ട, നല്ല ചൂട് ബോണ്ടായുണ്ട്, ഒറ്റ ഗ്ലാസ് കടിച്ചായ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ, അതായത് നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന, ഏറ്റവും നമുക്ക് സന്തോഷകരമായ ഒരു ദിവസം തുടങ്ങണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആ ചേട്ടനും ആ ചേട്ടന്റെ ഫാമിലിയും അവർക്കുള്ളത് വെച്ച്, അതായത് അവർക്കുള്ള ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിൽ അവർക്കുള്ള സാഹചര്യങ്ങൾ വെച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ആ ജീവിതം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരികയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ വീട്ടിലേക്ക് എന്ന ബിജു ചേട്ടന്റെ വൈഫ്, ആൽബിൻ കുഞ്ഞ്, പിന്നെ പുള്ളിയുടെ ആൽബിന്റെ ഒരു പെങ്ങൾ, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു കുടുംബം. അവിടെ ഒരു പട്ടിയുണ്ട്, കുറെ പൂച്ചകളുണ്ട്. അങ്ങനെ എന്തുമാത്രം ആ ഒരു ലോകത്തിൽ അവർ ഭയങ്കര രസകരമായ കാര്യങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോ വേസ്റ്റ് ആയിട്ടൊന്നും ഇല്ല, എല്ലാം ഭയങ്കര രസമാണ്. ചേട്ടൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നതും അതിൻ്റെ ഇടയിൽ നൽകുന്ന കുറെ ചിന്തകൾ, പാവേറെ പാപ്പച്ചൻ വേറെ, അങ്ങനത്തെ കുറെ ഡയലോഗുകൾ, നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്ന ബിജുചേട്ടൻ ഒരു സ്കൂളിൽ ഒരു പ്യൂണായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും കാണുന്ന ബിജുചേട്ടൻ ഒരു വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഒക്കെ എടുത്ത് പോകുന്നത് നമുക്ക് കാണാം. അതായത് പുള്ളിയുടെ ഒരു ദിവസം തന്നെ വെളുപ്പിനെ ഒരു 4-4:30 തുടങ്ങുന്നു. രാവിലെ ചിലപ്പം എന്താ പറയുന്നത്, കഞ്ഞി തിളപ്പിക്കുമ്പം അടുപ്പിന്റെ ചോട്ടിൽ പോയി നിൽക്കുകയും അവിടെ നിന്നുള്ള സംസാരങ്ങളും, പിന്നീട് രാവിലെ പള്ളിയിൽ പോയ കാര്യവും കുർബാന കൂടിയ കാര്യവും, അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത്. കാരണം നമ്മൾ എന്താ പറയുന്നത്, ഇല്ലായ്മയിൽ നിന്നും വളർന്നു വന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറെ പേർക്ക് ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ, വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കൂടെ വളർന്നു വരുമ്പോൾ അവർ കിടന്നിരുന്ന അവരുടെ ആ ഒരു സ്ഥലവും കിടപ്പാടവും കാര്യങ്ങളിലും, അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ബിജു ചേട്ടൻ ആ ഒരു ഫാമിലി കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ കാണാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് തീരെ പറ്റാതെ വരുമ്പോൾ സഹായം ചോദിക്കാറുമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കഷ്ടത അറിഞ്ഞ്, ആ വിഷമം അറിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് പേരും ഉണ്ട്. അപ്പം ഇനി ഇതിനകത്ത് ഈ ചേട്ടൻ ഏറ്റവും കൂടുതൽ സക്സസ് ആകാൻ പോകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടന്റെ കൂടെ നിൽക്കുന്ന ഈ ആൽബിനും അതുപോലെ തന്നെ ആൽബിന്റെ പെങ്ങളും അവരിനി പഠിച്ച് വളർന്ന് മിടുക്കരായി കഴിഞ്ഞാണ്ടാണ് ചേട്ടന്റെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം മാറി നല്ല അടിപൊളിയാവും. കാരണം അങ്ങനെ വളർന്നു വന്നവർക്കറിയാം, മാതാപിതാക്കളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി പഠിച്ച് മുന്നേറി വളർന്ന് നല്ല ജോലിയിലൊക്കെ എത്തിക്കഴിയുമ്പോണ്ടല്ലോ, അവരുടെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് വീട്ടിലിരിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ എത്ര നല്ല മനോഹരമായ ഒരു കുടുംബം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിജയേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കമായ രീതിയിലുള്ള സംസാരമാണ്. അതും പുള്ളിയുടെ മകനാണ് ആൽബിൻ കുഞ്ഞ്. ഇതാ നിങ്ങളുടെ ആൽബിൻ കുഞ്ഞ് വരുന്നു എന്നൊക്കെ പറഞ്ഞ ആൽബിന്റെ വക സംഭാഷണവും കാര്യങ്ങളും എല്ലാം ചേട്ടന്മാരെ ചേച്ചിമാരെ എന്ന് വിളിച്ചുകൊണ്ടുള്ളത്. അവരുടെ ആ ഒരു രീതി കണ്ടിട്ട് പല ചാനലുകാരും വന്ന് അവരുടെ വീഡിയോയും അവരുടെ ആ ഒരു സാഹചര്യങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും ഈ അവരുടെ സന്തോഷം ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. വേണ്ട, അവർ തന്നെ ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി അവർ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ ഓരോ ദിവസത്തെയും റിപ്പീറ്റഡ് ഐറ്റംസ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെയും കണ്ടിരിക്കും. അതെന്നു വെച്ചാൽ ചില ദിവസങ്ങളിൽ നല്ല എൻ്റെ കൂട്ടുകാരെ ഇന്ന് എന്നാ കൊണ്ട് കഴിക്കാനെന്നറിയാവോ, എൻ്റെ പൊന്നു കൂട്ടുകാരെ ദേ നോക്ക്, നല്ല ഉണക്കപ്പയും നല്ല തെരണ്ടുമീൻ വറുത്തതും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നെ ആ ചേട്ടൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും
നമ്മുടെ വായിക്കൂടെ അറിയാതെ കൊതി വരും. കാരണം ഉണ്ടല്ലോ, ആ കപ്പയും അതിൻ്റെ അകത്തുനിന്ന് മുളക് പൊട്ടിച്ചതോ അല്ലെങ്കിൽ തെരണ്ടി വറുത്തോ എടുത്ത് ചവയ്ക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നെ മാത്രമല്ല, ചേട്ടന്റെ വീഡിയോയുടെ കമന്റിന്റെ അടിയിലെല്ലാം ഒരുപാട് പേര് ചേട്ടാ ഇന്ന് ചെണ്ടക്കപ്പ പുഴുങ്ങിയതാണോ അല്ലെങ്കിൽ ഉണക്കക്കപ്പയാണോ തെരണ്ടി മീനാണോ അങ്ങനെ ചോദ്യങ്ങളെല്ലാം ഇഷ്ടംപോലെ വരും. വളരെ നാടൻ, അതായത് വളരെ നാട്ടിൻപുറത്തുകാരനായ ആ മനുഷ്യന്റെ നിഷ്കളങ്കത എല്ലാ മനുഷ്യരിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു. കാരണം പല മനുഷ്യരുടെ ഉള്ളിലും പല കപടത നിറഞ്ഞ ഉള്ളുകൊണ്ട് മറ്റു മനുഷ്യന്മാരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ വളരെ ചുരുക്കമാണ് ഇങ്ങനെയുള്ള ചില മുത്തുമണികൾ. കാരണം ഉള്ളിൽ പൊള്ളയില്ല, കള്ളമില്ല, വളരെ ജെനുവിനായിട്ട് സംസാരിക്കുന്നു. ആ ജീവിതം അവർ പുറത്തേക്ക് കാണിക്കുന്നു. ആ ജീവിതം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര കേട്ടോ, പറയാതിരിക്കാൻ വരാം. നമുക്കത് കാണുമ്പോൾ അറിയാതെ നമുക്ക് സന്തോഷം വരും. നമ്മുടെ ഒരു വീഡിയോ അവരൊരു 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റിന്റെ വീഡിയോ ഇട്ടാലും ഉണ്ടല്ലോ, നമ്മളത് ഓടിച്ചു വിടാതെ നമ്മളത് കാണുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് എന്തുമാത്രം സന്തോഷം തരുന്നതുകൊണ്ടാണ്. പിന്നെ ചേട്ടന്റെ ആ ഒരു നിഷ്കളങ്കമായ ചിരിയാണ്. പിന്നെ അവർ രണ്ടുമുള്ള ആ മക്കൾ, ബിജുചേട്ടനും കൂടുതൽ സമയം ആൽബിനാണ് കൂടെയുള്ളത്. അവരൊന്നിച്ച് എന്താ പറയുക, അവരുടെ അവിടെയുള്ള ചെറിയ തോട്ടിൽ കുളിക്കാൻ പോകുന്നു. പിന്നെ അവരുടേതായ ചില രസങ്ങൾ, പാട്ടൊക്കെ ഇട്ടിട്ടുള്ള നൃത്തം ചെയ്യലും ഭയങ്കര ആഘോഷം കേട്ടോ. ഈ ചെറിയ എന്താ പറയുന്ന ചെറിയ ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ചും അത് മറ്റുള്ളവരെ മറ്റുള്ളവരെ ആസ്വദിപ്പിച്ചും ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഭയങ്കര നല്ലതാണ്. കാരണം ഒരുപാട് ടെൻഷന്റെ ഇടയിൽ നമ്മൾ പണ്ടാരം അടങ്ങിയിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തുറക്കുമ്പോൾ ചേട്ടന്റെ കൂട്ടുകാരെ നമസ്കാരം, സായാഹ്ന ഭക്ഷണത്തിലേക്ക് സ്വാഗതം, ഇന്ന് എന്നാ ഉണ്ട് കഴിക്കാൻ എന്നറിയാം, നോക്കിക്കേ നല്ല ചക്കയും നല്ല ചമ്മന്തിയും അതും ഇങ്ങനെ കൂട്ടി കഴിക്കുന്ന, അയ്യോ അങ്ങനെ അതൊക്കെ പറഞ്ഞ ചേട്ടൻ ഇടുന്ന ചില വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അറിയാതെ കൊതി വരും നമുക്ക്. അതുപോലെ തന്നെ ചേട്ടന്റെ ചില വീഡിയോസ് കാണുമ്പോൾ, അതായത് ചേട്ടൻ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്താ പറയുക അടുപ്പിൽ തീ കത്തിച്ച് കഞ്ഞി വേവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ അടുപ്പിന്റെ ചോട്ടിൽ പോയി നിൽക്കുന്ന ചില വീഡിയോസ് ഒക്കെ ഇടുമ്പം എനിക്ക് എൻ്റെ ചെറുപ്പം ചിലപ്പോൾ ഓർമ്മ വരും. കാരണം രാവിലെ നല്ല തണുപ്പായിരിക്കും. അപ്പം അമ്മയാണെങ്കിൽ ഈ പറയുന്ന പോലെ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അടുപ്പിന്റെ ചോട്ടി നമ്മൾ ആ ചൂടും പറ്റി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് മനസ്സിൽ കൂടെ അങ്ങ് ഓർമ്മ വന്നു. കാരണം അത്രയും നമ്മളെ നൊസ്റ്റാൾജി അടുപ്പിക്കുന്നുണ്ട് ഈ ചേട്ടൻ. അതായത് നമ്മൾ മറന്നു പോകുന്ന പല കാര്യങ്ങളും നമ്മളെ ഈ ചേട്ടൻ ഓർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വന്ന വഴി മറന്നു പോകാതിരിക്കാനും, ചില ആളുകളെ ഇതായിരുന്നു നിങ്ങൾ, ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നത്, ഇവിടെ നിന്നാണ് നിങ്ങൾ കരകയറി വന്നത് എന്നൊക്കെയുള്ള ചിന്തകളും ചേട്ടൻ നൽകുന്നുണ്ട്. ഈ ചേട്ടൻ ഉറപ്പായിട്ടും ഈ ചേട്ടനും ഫാമിലിയും നല്ല നിലയിലെത്തും. കാരണം ആ ഒരു പിള്ളേര് അവര് പഠിച്ചത് അവർ നല്ല നിലയിലെത്തി ആ അപ്പനെയും അമ്മേനെയും നല്ല രീതിയിൽ നോക്കും. കാരണം അതുപോലെയാണ് അവരെ ആ മക്കളെ ആ അപ്പനും അമ്മയും സ്നേഹിച്ച് കൂടെ കൂട്ടി കൊണ്ടുനടക്കുന്നത്. നമുക്കത് കാണാം. ചില ആളുകൾ പറയും ലൈഫിലുള്ളതല്ല, റീലിൽ കാണുന്നതല്ല റിയൽ ലൈഫിലുള്ളത്. അതായത് നമ്മൾ ഈ കാണുന്ന ചില വീഡിയോ ക്ലിപ്പിങ്ങുകളല്ല ജീവിതത്തിന്റെ നേർക്കാഴ്ച എന്ന് ചിലർ പറയും. പക്ഷേ എവിടെയോ ഇവരുടെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ഈ ജീവിതം തന്നെയല്ലേ അവർ നേരെ തുറന്നു കാട്ടുന്നതെന്ന് തോന്നാറുണ്ട്. കാരണം അവർക്കുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം അവർ ഒന്നും മറച്ചു വെക്കാതെ തന്നെ അവർ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും അവർക്ക് കുറെ എന്തൊക്കെയോ കടങ്ങൾ, അതായത് നോർമലി നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന, ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ ലോൺ എടുക്കുകയും തിരിച്ചത് അടയ്ക്കുന്നതിന്റെ കാര്യങ്ങളും ചിലപ്പോൾ അടവും മുടങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുണ്ട്. എങ്ങനെയാണെങ്കിലും അത് ക്ലിയർ ആയി വരും. കുറെ പേര് സഹായിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവരെ ദൈവം തമ്പുരാൻ, മാത്രമല്ല അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ദൈവവിശ്വാസികളാണ്. അതിപ്പം ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരാരെയാണോ, ഏത് ദൈവത്തെയാണോ ആരാധിക്കുന്നത് അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. എനിക്ക് തോന്നുന്നത് ഇവരെയും അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി, അവർ ആ ദൈവത്തിലേക്ക് കൂടുതൽ അവരുടെ ജീവിതം അടുപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, ആ പോസിറ്റീവ് എനർജിയാണ് ഇവരെ മുന്നോട്ടേക്ക് വഴി നടത്തുന്നത്. എന്തായാലും ആ ഒരു കുറേ വീഡിയോ, അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ കുറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമുക്ക് എന്തോ ഒരു സന്തോഷം ബിജു ചേട്ടനെയും ആൽബി കുഞ്ഞിനെയും ആ ഫാമിലിയും ഒക്കെ കാണുമ്പോൾ നമുക്കും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ശുദ്ധരായ മനുഷ്യര്. അതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയും
നമ്മളെ നമ്മളെ അധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ചിരി വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ആ കുടുംബത്തിന്റെ ഒരു വലിയ വിജയമാണ്. എന്തായാലും അവരുടെ മുന്നോട്ടുള്ള ലൈഫ് അടിപൊളിയായിട്ട് വരട്ടെ. വിജയേട്ടന്റെയും ഫാമിലിയും നന്നായിട്ട് വരട്ടെ. അവരുടെ ചിരിയോടുകൂടിയുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വന്ന് നമ്മളെ ഒത്തിരി ചിരിപ്പിക്കട്ടെ. നമുക്കും ഒരു സന്തോഷം അവർ തരട്ടെ. ബൈ.